ജനുവരി 27 ചൊവ്വാഴ്ച. മർക്കോസ് 3:31 മുതൽ 35 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിലെ യേശുവിൻ്റെ അമ്മയായ മറിയവും അവൻ്റെ സഹോദരന്മാരും യേശുവിനെ കാണാൻ വരുന്നതിനെ ചിത്രീകരിക്കുന്നു. യേശു താമസിച്ചിരുന്ന വീട്ടിലേക്ക് വരുന്നതിന് പകരം അവരെല്ലാം വീടിന് പുറത്ത് തന്നെ നിൽക്കുകയും അവനെ വിളിക്കുകയും ചെയ്തു. യേശുവിൻ്റെ ചുറ്റുമുള്ള ആളുകൾ അവൻ്റെ കുടുംബം എത്തിയിട്ടുണ്ടെന്ന് അവനോട് പറഞ്ഞു. എന്നിരുന്നാലും ഉടൻ തന്നെ തൻ്റെ കുടുംബാംഗങ്ങളെ കാണാൻ പോകുന്നതിന് പകരം യേശു തൻ്റെ ശ്രോതാക്കളോട് പറയുന്നു, എൻ്റെ അമ്മയും സഹോദരന്മാരും ആരാണ്? തുടർന്ന് ആളുകളെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. ദൈവഹിതം ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അവൻ്റെ കുടുംബത്തിലെ അംഗമാകുമെന്ന് യേശു തുടർന്ന് പറയുന്നു. യേശുവിൻ്റെ കുടുംബം വീടിന് പുറത്ത് ആണ് എന്ന് 2 തവണ സുവിശേഷത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടതായി കാണിക്കുന്നുണ്ട്. അവർ പുറത്ത് ആണെന്ന്. അതിൻ്റെ അർത്ഥം യേശുവിനോടൊപ്പം ഉള്ളവർ ഉള്ളിൽ ആണ് എന്നാണ്. യേശു വ്യക്തമായി പറയുന്നത് ഉള്ളിൽ ആയിരിക്കുക എന്നത് സ്ഥലത്തിൻ്റെ മാത്രമല്ല, ബന്ധത്തിൻ്റെയും പ്രശ്നമാണ്. ആ ബന്ധം രക്തബന്ധത്തിലൂടെ അല്ല, മറിച്ച് യേശുവിൻ്റെ വഴിയുമായുള്ള തിരിച്ചറിയലിലൂടെയാണ്. ഒരു ക്രിസ്ത്യാനിയോ ആകുക എന്നാൽ രക്തബന്ധത്തെക്കാൾ ശക്തമായ ബന്ധങ്ങളുള്ള ഒരു പുതിയ കുടുംബത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. അവിടെ എല്ലാവരെയും സഹോദരനും സഹോദരിയുമായി കാണുന്നു. ഈ അകത്തുള്ളവർ എന്നത് ദൈവഹിതം ചെയ്യുന്ന ഏതൊരാളെയും പോലെയാണ് എന്ന് നിർവഹിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനി അല്ലാത്തവരെയും അതിൽ ഉൾപ്പെടുത്താം എന്നാണ്. അപ്പോൾ ഉയർന്നു വന്നേക്കാവുന്ന ഒരു അസ്വസ്ഥമായ ചോദ്യം, യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ അവസ്ഥ എന്താണ്? അവളും വീടിന് പുറത്തായിരുന്നോ? അല്ല എന്ന് നമുക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം യേശുവിൻ്റെ അമ്മയാകാൻ ദൈവം ദൂതനെ വിട്ട് ക്ഷണിച്ചപ്പോൾ മറിയത്തിൻ്റെ നിരുപാധികമായ അതെ എന്ന ഉത്തരം ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. ഇതായിരുന്നു ദൈവഹിതത്തോടുള്ള മറിയത്തിൻ്റെ പൂർണ്ണമായ കീഴടങ്ങൾ. അവൾ അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെയും എല്ലാറ്റിനും ഉപരി അവൾ അനുഭവിച്ച, അല്ലെങ്കിൽ ഹൃദയത്തിൽ അവൾ അനുഭവിച്ച തുളച്ചു കയറിയ വാൾ, അതിനെ പോലും ഒരിക്കലും യേശുവിൻ്റെ ദൈവഹിതം അനുസരിക്കുന്നതിൽ നിന്ന് അവളെ പിന്മാറ്റിയില്ല. അവനോടൊപ്പം അവസാനം വരെ മറിയമുണ്ടായിരുന്നു. ഒടുവിൽ പുനരുദ്ധാനത്തിലെ അവൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, മറിയം ഉള്ളിലായിരിക്കുന്നത് അവൾ യേശുവിൻ്റെ അമ്മയായതുകൊണ്ടല്ല, മറിച്ച് അവൻ്റെ ദൗത്യമായി പൂർണ്ണമായും താതാത്മ്യം പ്രാപിച്ചതിനാലും അവസാനം വരെ അവനോടൊപ്പം ഉണ്ടായിരുന്ന ദൈവഹിതം നിറവേറ്റിയതിനുമാണ്. നമുക്കും അങ്ങനെ പറയാൻ കഴിയട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.